ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അച്ഛനെ ഒന്നും അറിയിച്ചില്ല. ഇനിയെല്ലാം പറഞ്ഞേ പറ്റൂ. അമ്മയെ രക്ഷിക്കണം. അനുസരണയും ചൊല്ലുവിളിയും ഒന്നുമില്ലാതെ വളർന്ന നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല. പട്ടി കൊരിക്കുന്നോ? കൊല്ലും ഞാൻ നിങ്ങളെ. നീ എന്തീ കാണിക്കുന്നേ? ഹരിത അമ്മയുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാൻ. എന്താ പറഞ്ഞേ? തെണ്ടികളെ, ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്താ കാര്യം? കാര്യമൊന്നുമില്ല. പക്ഷെ സുചിത്രയുടെ അമ്മ എന്ന നിലയിൽ ചന്ദ്രികാമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. മനോജ്, നിന്റെ തൊള്ളയുടെ അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഇപ്പൊ മനസ്സിലായല്ലോ. തൊള്ളേ ഇവരും തമ്മിൽ സിൻഡിക്കേറ്റാ. ഊരിയെടുത്ത ആഭരണം തള്ള ഇവരുടെ വീട്ടിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുക. മര്യാദയ്ക്ക് ആ സ്വർണം തിരിച്ചു തന്നിരിക്കണം. മനസ്സിലായില്ലേ? ഈ തള്ളയുടെ സ്വർണം കാണാത്തതാ ഇവിടുത്തെ പ്രശ്നം. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വർണം ഉടനെ ഇവിടെ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നീയൊന്നും ജീവനോടെ ഇവിടുന്ന് പുറത്തു പോവില്ല. അനാവശ്യം പറയരുത്. ഞങ്ങളെ ആരും സ്വർണ്ണമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. നീ ഞങ്ങളൊരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. നിർത്തടി എച്ചില് തീനി. ഞങ്ങൾ എച്ചില് തീനികൾ തന്നെയാ. പക്ഷേ കോടീശ്വരിയായ ഹരിതയെ പോലെ അമ്മയമ്മയുടെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വരുന്നവരല്ല. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കാതെ പിടിച്ച് ഇറക്കണം ഈ ചെറ്റകളെ. ആന്റി, പ്രശ്നം ഉണ്ടാക്കാതെ പോ. അമ്മയുടെ പ്രശ്നം ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ നോക്കിക്കോളാം. ഈ തൊള്ളയെ ഞാനിന്ന് ഓരോന്നല്ലേ പറഞ്ഞ് ഓരോ നോക്കി നിൽക്കാം. മോറങ്ങോട്ട്. നീയൊക്കെ എന്ത് കാണാൻ അവിടെ നിൽക്കുന്നേ? ഇറങ്ങടി അങ്ങോട്ട്. ഇറങ്ങാളെ പോന്റെ വീട്ടിന്ന് ഇറങ്ങോട്ട്. ഇറങ്ങ രണ്ടെണ്ണോ. നീ ഇവിടെ എന്ത് കാണാൻ നിൽക്കുവാ? വാ അങ്ങോട്ട് പോ. അമ്മേ, ചന്ദ്രികമ്മയുടെ ജീവൻ അപകടത്തിലാ. പെട്ടെന്ന് സുചിത്രേച്ചിയെ വിളിച്ച് കാര്യവിവരങ്ങൾ അറിയിക്കണം. ഇതാമേ. അമ്മയാണല്ലോ വിളിക്കുന്നത്. അമ്മേ. മോളെ, ഞാനിപ്പോ ഹരിതയുടെ വീട്ടുമുറ്റത്താ നിൽക്കുന്നത്. കൂടെ മീനാക്ഷിയുണ്ട്. ഇവിടെ ആകെ പ്രശ്നങ്ങളാ മോളെ. എന്താ അമ്മേ? എന്താ പ്രശ്നം? ഇവിടെ എന്തോ ബഹളം കേട്ട് ഞാനും മീനാക്ഷിയും കൂടി ഓടി വന്നതാ. ഹരിത ചന്ദ്രികാമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതാ കണ്ടത്.
ഒരു വിധത്തിൽ ഞാനും മീനാക്ഷിയും കൂടി ഹരിതയെ പിടിച്ചു മാറ്റി. ഞങ്ങൾ സമയത്ത് വന്നതുകൊണ്ടും പിടിച്ചു മാറ്റിയതുകൊണ്ടും പാവം ചന്ദ്രികാമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ ആ രാക്ഷസി ചന്ദ്രികാമ്മയെ കൊന്നുകളഞ്ഞനെ. മോളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടമ്മേ. എന്തോ ആവശ്യത്തിന് ചന്ദ്രികാമ്മയുടെ സ്വർണം മനോജ് പണയം വെക്കാൻ ചോദിച്ചു. ചന്ദ്രികാമ്മ കൊടുത്തില്ല. അതാണ് പ്രശ്നത്തിന്റെ തുടക്കം. എന്തായാലും ഞങ്ങൾ കണ്ടപ്പോ ചന്ദ്രികാമ്മയുടെ ദേഹത്ത് ഒരു തരി സ്വർണം പോലും ഉണ്ടായിരുന്നില്ല. സ്വർണമെല്ലാം ഊരി ചന്ദ്രികാമ്മ എന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നെന്നാ ഹരിതയുടെ സംശയം. അതിന്റെ പേരിൽ എന്നെയും മീനാക്ഷിയും അവൾ ഒത്തിരി തെറി പറഞ്ഞു. വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി. അമ്മ ഇപ്പൊ എവിടെയാ? എന്താ അവസ്ഥ? അത് പറയാനാ ഞാൻ വിളിച്ചേ. ആ ചന്ദ്രികാമ്മയെ ആ പരമനീചത്തി ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. ഹലോ ചേച്ചി, ഞാൻ മീനാക്ഷിയാ. ഇവിടെ നടന്നൊന്നും അവിടെ അറിയിക്കണ്ടെന്നാ കരുതിയത്. പക്ഷെ ഹരിത എന്തും ചെയ്യാൻ മടിക്കാത്ത മട്ടിലാണ്. ഓടി വന്ന് ചന്ദ്രികമ്മയെ രക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ ശവം ഒരുക്കി കാണേണ്ടി വരുന്ന. എന്തെങ്കിലും ചെയ്യണം ചേച്ചി. ഞാൻ അച്ഛനോട് പറഞ്ഞു വേണ്ടത് ചെയ്യാം. ആ ശരി ചേച്ചി. അമ്മയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നേരത്തെ അറിഞ്ഞതാ. വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അച്ഛനെ ഒന്നും അറിയിച്ചില്ല. ഇനിയെല്ലാം പറഞ്ഞേ പറ്റൂ. അമ്മയെ രക്ഷിക്കണം.